കേരള സർവകലാശാല സംഘർഷഭരിതമാണ്. അതിൽ ഒരു പരിഹാരം കാണാനുള്ള ഒരു ചർച്ച ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുകയാണ്. കേരള സർവകലാശാലയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം VC-യും ഒപ്പം തന്നെ ആർ ബിന്ദുവും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, അതിനിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഈ വിഷയത്തിൽ എന്തിനാണ് ഇടതു സംഘടനകൾ സമരം ചെയ്തത്, അതിനുള്ള ഫലമായോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരെ ഉയർന്നു നിൽക്കുന്നതിനിടയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VC-യും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ കേരള സർവകലാശാല വിഷയം മാത്രമായിരിക്കുമോ ഉണ്ടാവുക? അവിടേക്ക് എത്തിയോ മുഖ്യമന്ത്രി? എത്തിയോ? കോഴ്സിലേക്ക് പലതര വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യം 3:30 തന്നെ രാജ്ഭവനിലെത്തി ഗവർണറുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 35 മിനിറ്റ് നീണ്ടിരിക്കുന്നു. പ്രധാനമായും കേരള സർവകലാശാലയിലെ വിഷയമാണ് ഇപ്പോൾ. മുഖ്യമന്ത്രി അല്പസമയം മുൻപാണ് കൃത്യം 3:30 തന്നെ രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അതിൽ രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ടൊരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനി ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നിലപാടായിരിക്കും എടുക്കുക? കാരണം വലിയ സംഘർഷഭരിതമായിരുന്നു. ഇതിൽ ഇത്രയും കാലത്തിന് ശേഷം വന്ന് ഡിഗ്രിക്ക് പഠിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ദിവസമാണ് VC ഒപ്പിട്ടത്. പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നടത്തിയ കൂടിക്കാഴ്ചയിൽ VC-യുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെതിരെ എടുത്ത നടപടി, അതുമായി ബന്ധപ്പെട്ടാണ് ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാതെ പോയത്. ഇന്നത്തെ ചർച്ചയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം, ഒരു സമവായം പ്രതീക്ഷിക്കാമോ? ആര്യ, കൃത്യം 3:30 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി. ഇപ്പോൾ 35 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു കൂടിക്കാഴ്ച. അതായത് സർക്കാർ ഗവർണർ പോർട്ടിലെ മഞ്ഞൊരുക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക കൂടിക്കാഴ്ച ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു വെള്ളിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമലിനെ മന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ച് ഈ വിഷയത്തിൻ്റെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിൽ ഒരു സമവായത്തിലേക്ക് എത്താമെന്ന ധാരണയും എത്തിയതാണ്. അതായത് രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട വിഷയം, രജിസ്ട്രാർ ഗവർണറെ അപമാനിച്ചു, ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് സെൻട്രലിലുണ്ടായ വിഷയത്തിൽ അപമാനിച്ചു. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ അംഗീകരിക്കണം, സസ്പെൻഷന് രജിസ്ട്രാർ വിധേയനാകണം എന്ന നിലപാടാണ് VC അറിയിച്ചത്. VC അറിയിച്ചതെന്ന് പറഞ്ഞാൽ അത് ഗവർണറുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഗവർണറുടെ നിലപാടാണ് VC സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ കാണുമ്പോൾ പ്രധാനമായും ഈ രജിസ്ട്രാർക്കെതിരായ രജിസ്ട്രാർ നടപടിക്ക് വഴങ്ങണം എന്ന വിഷയം തന്നെയായിരിക്കും ഉന്നയിക്കുക. സ്വാഭാവികമായും സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധത്തെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ രജിസ്ട്രാറിന്റെ പ്രശ്നം നിലനിൽക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. കാരണം വെള്ളിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VC-യും തമ്മിൽ ചർച്ച നടക്കുന്ന സമയം ഗവർണറും മുഖ്യമന്ത്രിയും കേരള ഹൗസിൽ അടുത്തടുത്ത മുറികളിലുണ്ടായിരുന്നു. പക്ഷെ വിശദമായ ചർച്ച ഈ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ആകാം എന്നതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ച നടക്കുന്നത്. ഇത് മാത്രമല്ല വിഷയം, സർക്കാരിന് മറ്റു പ്രതിസന്ധി ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത്. 35 മിനിറ്റ് പിന്നിടുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ സംഘർഷങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകും ഈ കൂടിക്കാഴ്ചയോടുകൂടി എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.